ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ താരം വന്നിരിക്കുകയാണ് സരയുന കുറച്ച് ഓണക്കോടികളൊക്കെ ആയിട്ട്. അത് കാണുമ്പോഴേക്കും ഷാരി പറയുന്നുണ്ട്, എടി നീയോ നിന്റെ ആരും ഇവിടെ ഇല്ല പൊടി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മോളെ കാണണം എന്ന് താരം പറയുവാണ്. നിന്റെ മോളൊന്നും ഇവിടെ ഇല്ല, നീ ആരന്വേഷിച്ചിട്ട് വരുന്നത്, മര്യാദക്ക് പോവാൻ നോക്കാതെ പ്രശ്നം ഉണ്ടാക്കുന്നത് പറയുമ്പോൾ ഞാൻ എൻ്റെ മോളെ കണ്ടിട്ടേ പോകൂ എന്ന് താരം ആക്ഷൻ വഴി പറയുവാട്ടോ. എന്നിട്ട് നിന്നോടല്ലേ പണ്ട് നിന്റെ മോളുള്ളെന്ന് പറയുമ്പോഴേക്കും ഷാരിനെ തള്ളി മാറ്റി താര അകത്തേക്ക് കയറുവാണ്. എടി പോടി, അകത്തുനിന്ന് പോടി, പുറത്തേക്ക് പോടി എന്നൊക്കെ ഷാരി പറയുന്നുണ്ടെങ്കിൽ താര അതൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. നേരെ പോകുന്നത് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറാൻ പോകട്ടോ. അപ്പോഴേക്കും പറയുന്നുണ്ട്, എടി നീ മുകളിലേക്ക് കയറണോ, എടി അവൾ അവിടെ ഇല്ലെന്ന് നീ പോവാന്നല്ലേ പറഞ്ഞത്, ഇല്ല ഞാൻ എൻ്റെ മോളെ കാണും എന്ന് പറഞ്ഞിട്ട് താര ഭയങ്കര ബഹളം ഉണ്ടാക്കുക കേട്ടോ. ആ സമയത്ത് ഷാരി താരയുടെ കൈ പിടിച്ച് നിലത്തേക്ക് വലിച്ച് ഇറക്കുവാണ്. എടി പോടി, മര്യാദയ്ക്ക് പോകാനല്ലേ പറഞ്ഞത്, നീ ഇവിടെ ആരെ അന്വേഷിച്ച് വരാൻ നിൽക്കരുത്, ഇവിടെ ഉള്ളത് എൻ്റെ മോളാ, ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മോളാ ഇവിടെ ഉള്ളത് എന്ന് പറയുകയാണ്. അതിനുശേഷം താര സമ്മതിക്കുന്നില്ല, മുകളിലേക്ക് വീണ്ടും കയറാൻ പോകുമ്പോഴേക്കും ഷാരി താരനെ പിടിച്ച് വലിക്കുവാണ്. അതിനുശേഷം പിടിച്ച് ഉന്തും തള്ളും ഒക്കെ ചെയ്യുന്നുണ്ട്. താരയും തിരിച്ച് തള്ളാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഷാരിയുടെ ബലത്തിന് മുമ്പിൽ താര പെട്ടെന്ന് തെന്നിപ്പോകുവാട്ടോ. അങ്ങനെ തെന്നിപ്പോകുന്ന താര അവിടെ ഉണ്ടായിരുന്ന ഒരു തടിക്കഷ്ണത്തിലേക്ക് തലയിടിച്ചു കൊള്ളുവാണ്. തലയിടിച്ചു കൊള്ളുന്നതും പെട്ടെന്ന് തന്നെ താര നിലത്തേക്ക് വീഴുന്നുണ്ട്. ഷാരി അപ്പോൾ പറയുന്നുണ്ട്, ആഹാ നിന്റെ ബോധം പോയോ, എഴുന്നേക്കടി അവിടെ നിന്ന് എഴുന്നേറ്റ് വീട്ടിൽ പോകാൻ നോക്കടി എന്ന് പറയുവാണ്. പക്ഷെ താര എഴുന്നേക്കുന്നില്ല, അങ്ങനെ തന്നെ കിടക്കുവാട്ടോ. ഷാരിക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുന്നുണ്ട്. ഷാരി പെട്ടെന്ന് നിലത്തേക്ക് ഇരുന്നിട്ട് താരനെ ഇങ്ങനെ നോക്കുവാണ്. താരനെ നോക്കിയതിന് ശേഷം താരയുടെ കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ നോക്കുന്നുണ്ട്, മൂക്കിലിങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട്, ശ്വാസം ഉണ്ടോയെന്ന്. ശ്വാസം ഇല്ലെന്ന് മനസ്സിലാക്കാണ് ഷാരി. ഈശ്വര, ഇവള് തീർന്നെന്നാ തോന്നുന്നത്, ഇവള് മരിച്ചെന്നാ തോന്നുന്നത്, ഇവള് മരിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനായിരുന്നു, പക്ഷെ അത് എൻ്റെ കൈ കൊണ്ടായപ്പോഴാണ് ദുരന്തമായത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഈശ്വര, കൈവിട്ട് പോയല്ലോ അല്ല, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഷാരി ആകെ വിഷമിച്ചിരിക്കുകയാണ്. എന്തായാലും ഇവളോട് കിടന്ന ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഷാരി പെട്ടെന്ന് തന്നെ താരനെ വലിച്ചത്, ഇത് കാലി പിടിച്ചിട്ട് വലിച്ചിട്ട് നമ്മുടെ കിച്ചൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയൊരു റൂം പോലെ ഉണ്ട് ഇവർക്ക്. ആ റൂമിലേക്ക്, അതായത് വർക്ക് ഏരിയ ഉണ്ടല്ലോ, വർക്ക് ഏരിയയിലേക്ക് താരനെ ഇങ്ങനെ വലിച്ചുകൊണ്ടിങ്ങനെ പോകുവാണ്. വലിച്ചുകൊണ്ട് പോയിട്ട് അവിടേക്ക് ഇങ്ങനെ ഇടുവാണ്. എടുത്തിട്ട് ഈശ്വര എല്ലാം തീർന്നു, എൻ്റെ ജീവിതം തീർന്നു, എല്ലാം കഴിഞ്ഞു ഈശ്വര, ഇവളെ സ്നേഹിക്കുന്ന ആരെങ്കിലൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീർന്നു, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരി പെട്ടെന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് വന്ന ഷാരി ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുവാട്ടോ. ഞാൻ എന്ത് ചെയ്യും, ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കോളിംഗ് ബെല്ല് ആരോ അടിക്കുന്നുണ്ട്. ഷാരി പെട്ടെന്ന് പോയി തുറന്നു നോക്കുമ്പോഴേക്കും രാഹുലാണ് കേട്ടോ. രാഹുലിനെ കാണുന്നു ഷാരി ദേഷ്യത്തോടു കൂടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്തിനാ ഷാരി എന്നെ ഇങ്ങനെ നോക്കുന്നത്, താൻ മിണ്ടരുത്, എല്ലാത്തിനും കാരണം താനാണ്. ഞാനോ ദേ ഷാരി, നല്ലൊരു ഓണം വരുവാ, നീ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് പറയാണ്. ദേഷ്യം പിടിപ്പിക്കോ, ഞാനോ, താനാണോ എൻ്റെ ജീവിതം തകർത്തത്, എനിക്കൊരു സമയത്ത് ഒരുപാട് സന്തോഷം തന്നതും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നതും താനാണ്, പക്ഷെ എൻ്റെ ജീവിതം ഇപ്പം നശിപ്പിക്കുന്നതും താൻ തന്നെയാണ് എന്ന് പറയാണ്. ഞാൻ എന്ത് ചെയ്തെന്ന ഷാരി നീ പറയണത്, താൻ എന്ത് ചെയ്യുന്നു, എല്ലാത്തിനും കാരണം താനാണ്, ശരിക്കും തന്നെയാണ് ഞാൻ കൊല്ലേണ്ടിയിരുന്നത്, പക്ഷെ അബദ്ധം പറ്റിപ്പോയല്ലോ, ഞാൻ എൻ്റെ കൈ കൊണ്ട് സംഭവിച്ചു പോയല്ലോ എന്നൊക്കെ പറയുമ്പോൾ നീ എന്തൊക്കെയാണ് പറഞ്ഞത്, നിന്റെ കൈ കൊണ്ട് എന്ത് സംഭവിച്ചെന്നാണ് നീ പറയണത്, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, തന്നു കയറി പോടോ എന്ന് പറയാണ്. ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് കൊതിപ്പിച്ചു എൻ്റെ മോളെ, നിങ്ങളുടെ അനന്തരവരെ കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് നിങ്ങളുടെ അനന്തരവൻ നിങ്ങളെപ്പോലെ തന്നെയാണ്, കുറേ നീളവും വണ്ണവും മാത്രമേ ഉള്ളൂ, അവനും ഭൂലോക ഫ്രോഡാ, അവൻ എൻ്റെ മോളെ പറ്റിച്ചു, എൻ്റെ മോൾക്ക് ഒരു ആശ്വാസമായിട്ട് വന്നത് പിന്നെ മനോഹർ എന്ന് പറഞ്ഞാൽ എൻ്റെ മനുമോന. ഈശ്വര, അവൻ്റെ മോളുടെ പ്രസവം ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞിനെയും കൊണ്ടിട്ട് എൻ്റെ മോളെയും കൊണ്ട് മനുമോനും പോയാനിരുന്നു അമേരിക്കയിലേക്ക്. ഇതിപ്പോൾ അതും നടക്കുന്നില്ലല്ലോ. അമേരിക്കയിലേക്ക് നിന്റെ മനുമോൻ നിന്നെ എവിടേക്കും കൊണ്ടുപോവില്ല, അവൻ അമേരിക്ക കണ്ടിട്ട് പോലില്ല. എടി നീ പറഞ്ഞ മനുമോ എന്ന് പറഞ്ഞില്ല, അവൻ ഭൂലോക ഫ്രോഡാടി, ഭൂലോക ഫ്രോഡ്. ദേ എൻ്റെ മനുമോൻ നീ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കഴുത്തിനെ കയറി പിടിക്കുക കേട്ടോ. മരുതിക്കടുത്ത് പോകാൻ നോക്കണോ, എൻ്റെ സമനില തെറ്റിയിരിക്കുക, നിങ്ങളെപ്പോഴും പറയുമല്ലോ എനിക്കെന്തോ കുഴപ്പമുണ്ട്, അതേടോ എൻ്റെ സമനില തെറ്റി, എനിക്ക് ഭ്രാന്താണ്, നിങ്ങൾ മര്യാദയ്ക്ക് എന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇറങ്ങി പോടോ ഇവിടുന്ന്, കയറി പോടോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ രാഹുൽ അവിടെ നിന്ന് നേരെ മുകളിലേക്ക് കയറി പോട്ടോ. ഷാരിയാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഈശ്വര, എല്ലാം കൈവിട്ടു പോയി, എൻ്റെ ജീവിതം തീർന്നു, ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈശ്വര, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് തലയിൽ കൈ വെച്ചിട്ട് ആകെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഷാരി.
അതിനുശേഷം കാണിക്കുന്നത് കിരണിനെയാണ്. കിരൺ ആകെ വിഷമത്തിൽ തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ. വീട്ടിലേക്ക് വന്ന കിരൺ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആകെ വിഷമിച്ച് അവശനായിട്ടാണ് വന്നിരിക്കുന്നത്. ദീപ ചോദിക്കുന്നുണ്ട്, മോനെ കല്യാണി മോള് പോയമ്മേ, ഫ്ലൈറ്റ് പറന്നു പോണത് വരെ കണ്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അവള് ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു, ഒരുപാട് അവള് കരഞ്ഞു. ഞാൻ അവളുടെ മുമ്പിൽ സങ്കടം അടുക്കി പിടിക്കുമായിരുന്നു. അവളെ ആക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പൊട്ടിക്കരഞ്ഞു പോയി അമ്മ. അവൾക്ക് വല്ലാത്ത വിഷമമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അവളുടെ കൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരുപാട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മീറ്റിങ്ങും കാര്യങ്ങളും വന്നു പോയതുകൊണ്ടാണ് അമ്മ എന്ന് പറയുമ്പോൾ, എന്ത് പറയാനാ മോനെ, എനിക്ക് വളരെ വിഷമമുണ്ട്. അവിടെ വീട്ടിൽ നിന്ന് ഇതുവരെ മാറി നിന്നിട്ടില്ല. സാരില്ല മോനെ, 2-3 ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാവും. അവളിങ്ങ് വരുമല്ലോ ഒരു 6-7 ദിവസം കഴിയുമ്പോൾ, മോൻ വിഷമിക്കണ്ട എന്ന് പറയാണ്. എൻ്റെ മോള് ഈ നിലയിലെത്തിയതിന് മോനോടാണ് നന്ദി പറയേണ്ടത്. എപ്പോഴും അവളുടെ അച്ഛൻ പറയുമായിരുന്നു, വിക്രം ഉണ്ടല്ലോ, അവൻ ഈ ലോകം കീഴടക്കും, ലോകത്തിലേക്ക് പറന്നു പോകും, എല്ലാം ചെയ്യുമെന്നൊക്കെ. പക്ഷേ എൻ്റെ കല്യാണി മോള് ആ നിലയിലെത്തിയത്, അവൾ ആ നിലയിലെത്താൻ കാരണം മോനെ, കിരൺ മോനെ, നീയാണ്. നിന്നെ തൊഴുകൈ വെച്ച് കൂപ്പണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദീപ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ കൂപ്പുമ്പോഴേക്കും നമ്മുടെ കിരൺ പറഞ്ഞിട്ട്, അമ്മ എന്തേ ചെയ്യണത്? ഒരിക്കലും അമ്മ ഇങ്ങനെ ചെയ്തുകൂടാ. കല്യാണിക്ക് ഈ ഗുണഗണങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും കാരണം അമ്മയാണ്. ഒരു പെൺകുട്ടി നല്ല വഴിക്ക് പോകാനും മോശം വഴിക്ക് പോകാനും ഏറെക്കുറെ കാരണം അവളുടെ അമ്മ തന്നെയാണ്. കല്യാണി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, എന്നിട്ട് അവൾ മോശം വഴിക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. എല്ലാത്തിനും കാരണം അമ്മയാണ്. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടും അവൾ നല്ലൊരു പെൺകുട്ടിയായിട്ട് ജീവിക്കേണ്ട കാരണം അമ്മ തന്നെയാണ്. അമ്മ വളർത്തതിൻ്റെ വളർത്തുഗുണം കൊണ്ട് അവൾ ഈ നിലയിലായത് എന്നൊക്കെ പറയുന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ അമ്മയുടെ മുമ്പിൽ ആ കൈ കൂപ്പിട്ടെന്ന് പറഞ്ഞിട്ട് കിരൺ ഇങ്ങനെ കൈ കൂപ്പുവാട്ടോ. ദീപ പറയുന്നുണ്ട്, മോൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതൊന്നും സാരില്ല മോനെ എന്ന് പറയാണ്. അതിനുശേഷം കിരൺ നേരെ പോണത് നമ്മുടെ കല്ലിമോൻ്റെ അടുത്തേക്ക് റൂമിലേക്ക് പോവാ. കല്ലിമോൻ അവിടെ കളിച്ചിട്ടിരിക്കുവാട്ടോ. വല്ലാത്ത വിഷമവും കല്ലിമോനും ഉണ്ട്. കല്ലിമോനെ വേഗം എടുക്കുവാണ്. എന്താ മോനെ വിഷമിച്ചിരിക്കുന്നത്? അമ്മേനെ അന്വേഷിക്കുകയാണ് മോൻ. അമ്മേനെ 4-5 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ. അമ്മേ ഒരു സ്ഥലം വരെ പോയിരിക്കുക, അതുവരെ അച്ഛനുണ്ട് മോനെ കൂട്ടിട്ടോ. അമ്മേനെ ഓർത്ത് വിഷമിക്കേണ്ട, അമ്മയും മോനെ ഓർത്ത് വിഷമിച്ചിരിക്കുക മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കല്ലിമോനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ കിരൺ കല്യാണിന്റെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുക കേട്ടോ. കല്യാണിയുടെ ചുറ്റും നടന്നതും കല്യാണിയുടെ ഓരോരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ കിരണിനാകെ വിഷമമാവുന്നുണ്ട്. കിരൺ കല്ലിമോനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്ന സേനനെയാണ്. സേനൻ നമ്മുടെ താരനെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. താര ഫോൺ എടുക്കുന്നില്ല. രൂപ എടുത്ത് പറഞ്ഞിട്ട്, അയാൾ ഫോൺ എടുക്കുന്നില്ലല്ലോ, ഒന്നുകൂടി വിളിച്ചു നോക്ക്, ഇനി ഫോൺ സൈലന്റ് ആയിരിക്കോ എന്ന് രൂപ പറയുമ്പോൾ, ഒരിക്കലും അവൾ ഫോൺ സൈലന്റ് ചെയ്യില്ല. കാരണം വെച്ചാൽ അവൾക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും ഫോൺ സൈലന്റ് ചെയ്യരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുവാണ്. അവൾ ഫോൺ എടുത്തിട്ട് നമ്മളോട് മിണ്ടിയില്ലെങ്കിൽ ഫോൺ ചെവി വെക്കാറുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാലും അവൾ എവിടെ പോയിട്ടുണ്ടാവും? അവൾക്ക് നല്ല വില കൂടിയ ഓണക്കോടികളൊക്കെ ഞാനാ വാങ്ങിച്ചെടുത്തത് സരൂവിന് വേണ്ടിയിട്ട്. എന്നിട്ട് സരൂവിനെ വീട്ടിൽ ഞാൻ കൊണ്ടേ ആക്കിയാൽ മതിയായിരുന്നു. അവൾ ഓട്ടോ പിടിച്ചു പോകുന്നവരപ്പോൾ ഞാനത് സമ്മതിച്ചും ചെയ്തു. ഇനി അവിടെ ചെന്നിട്ട് സംഭവിച്ചിട്ടുണ്ടാവോടോ എന്ന് സേന പറയുമ്പോൾ, അങ്ങനെ ഇത് സംഭവിച്ചിട്ടുണ്ടാവില്ലെന്നേ. അങ്ങനെ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തനിക്കറിയാലോ ആ രാഹുലിന് അവളുടെ ജീവിതം തീർത്തു. എന്നിട്ടൊരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിനെങ്കിൽ അവൾക്ക് മര്യാദക്ക് കൊടുത്തിരുന്നെങ്കിൽ അവൾ ആ കുഞ്ഞിനെ നോക്കി ജീവിച്ചാനേന്നു. അതിനും ആ കാലമാണ് സമ്മതിച്ചില്ലല്ലോ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം രാഹുലാണെങ്കിൽ അവനെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറയുമ്പോൾ, ചന്ദ്രേട്ടൻ അങ്ങനെയൊന്നും പറയണ്ട, അയാളാണ് അതിനെന്തെങ്കിലും കാരണമെങ്കിൽ അയാളെ ഇനി തീർക്കാൻ പോണത് ഞാനായിരിക്കും. താരക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലെന്നേ, ഞാനല്ലേ പറയണത്, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, ഒന്നും കൂടി വിളിച്ചു നോക്ക് എന്നൊക്കെ രൂപ പറയണേ. ഇല്ലടോ, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, കുറച്ചേരം കൂടി നോക്കാം, അല്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ച് പോവാം എന്ന് സേന പറയുന്നുണ്ട്. രാത്രിയല്ല വൈകുന്നേരം ആകുമ്പോഴേക്കും ഷാരി ആകെ വിഷമിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുവാട്ടോ. മനോഹറും അതുപോലെ തന്നെ സരയും വരുന്നുണ്ട് പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട്. അമ്മ എന്താ അവരൊന്ന് ആലോചിച്ചിരിക്കുന്നത്? അമ്മയുടെ എത്ര പ്രാവശ്യം പറഞ്ഞതാ ഞങ്ങളുടെ കൂടെ ഓണക്കൂടെ എടുക്കാൻ വരാമെന്ന്. അതാകുമ്പോഴേക്കും അമ്മയുടെയും മൂഡൗട്ടൊക്കെ മാറിയാനേ. അല്ല അമ്മയ്ക്ക് എന്തൊരു വിഷമമുണ്ടല്ലോ എന്ന് സരയു പറയുമ്പോൾ, എനിക്കൊന്നുമില്ല മോളെ, ഇത് നോക്കിയേ, അമ്മക്ക് വേണ്ടി മനുവേട്ടൻ വാങ്ങിച്ച നോക്കമ്മ എന്ന് പറയാണ്. മനുമോ വാങ്ങിച്ചതല്ലേ, മോശമില്ല, വളരെ നല്ലതായിരിക്കും, എന്നാലും നോക്കമ്മേ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ഷാരി ഓണക്കോടി തുറന്നു നോക്കുമ്പോൾ വളരെ നന്നായിട്ട് മനുമോനെ എന്ന് പറയാണ്. നന്നായിട്ട് അമ്മയ്ക്ക് എന്തൊരു വിഷമമുണ്ട് അമ്മ. ഞാനൊരു കാര്യം പറഞ്ഞ അമ്മ തെറ്റിദ്ധരിക്കരുത്, നമുക്കൊരു നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടാലോ അമ്മ തെറ്റിദ്ധരിക്കല്ലേ. നമ്മുടെ മനസ്സൊക്കെ ഒന്ന് പിടിവിട്ട് പോകണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനത്തെ ഡോക്ടർമാരെ കാണാൻ വളരെ നല്ലതാ. നമ്മുടെ ഈ കായിക താരങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കാണാൻ പോകാറുണ്ട് ധൈര്യത്തിന് വേണ്ടിയിട്ട്. അമ്മ ഡോക്ടറെ കാണുന്നത് വളരെ നല്ലതായിരിക്കും അമ്മ എന്നൊക്കെ മനോഹർ പറയുമ്പോൾ, അതൊക്കെ പിന്നീടാവട്ടെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കാട്ടോ ഷാരി. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.